ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പാല് കുടിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ? മനുഷ്യനല്ലാതെ ഒരു മൃഗവും ജീവിതകാലം മുഴുവൻ പാല് കുടിക്കാറില്ല. മനുഷ്യൻ മാത്രമേ ജീവിതകാലം മുഴുവൻ പാല് കുടിക്കുന്നുള്ളൂ. ശരിക്കും മനുഷ്യൻ്റെ ശരീരവും മൃഗങ്ങളുടെ ശരീരവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ മനുഷ്യ ശരീരത്തിനുണ്ട്. മനുഷ്യർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനുള്ള കഴിവ്, അതുപോലെ പലതരം ചിന്തകൾ, നമുക്ക് ഒരുപാട് ചിന്തിക്കാനുള്ള കഴിവ്, അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പോലും ദഹിക്കാനുള്ള എൻസൈംസ് നമ്മുടെ വയറിനുള്ളിൽ പോലും ഉണ്ട്. നമ്മളിൽ ചുറ്റുമുള്ളവരിൽ നോക്കിക്കഴിഞ്ഞാൽ ചായ അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റും. രാവിലെയും വൈകിട്ടും അതുപോലെ തന്നെ രാത്രിയിൽ പോലും ചായ ഭയങ്കര ഇഷ്ടമുള്ളവരുണ്ട്. ഒരു ഭയങ്കര റിലീഫാണ് ചായ കുടിച്ചാൽ എന്ന് പറയുന്നത് കേൾക്കാം. ഇങ്ങനെ ഈ പാൽ ചായ കുടിക്കുന്ന എല്ലാ ആളുകൾക്കും ഒന്നും ക്യാൻസർ ഉണ്ടാകുന്നില്ല. പാല് കുടിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമോ, ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന മറ്റ് ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്നതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്യുന്നത്. അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പാലിൻ്റെ ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹാർവാർഡ് സർവകലാശാലയിൽ നടത്തിയ ഒരു പഠനത്തിൽ പാല് അമിത അളവിൽ സ്ഥിരമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ ഉണ്ടാവാൻ ചെറിയൊരു സാധ്യത ഉണ്ടെന്നുള്ളതാണ്. ഏതാണ്ട് 10,000 വർഷം മുമ്പ് മുതൽ, അതായത് പശുവിനെ മനുഷ്യർ ഇണക്കി വളർത്താൻ തുടങ്ങിയ നാൾ മുതൽ പാല് കുടിക്കാനും ശീലിച്ചിട്ടുണ്ട്. പാലിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡ്രിങ്കിൽ നമുക്ക് ആവശ്യമായ ഒരു ദിവസം എല്ലാ ന്യൂട്രീഷൻസും ഒന്നിച്ച് കിട്ടുമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് പാലിനെ നമ്മളൊരു സമീകൃത ആഹാരം എന്ന് വിളിക്കുന്നത്. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, ടെസ്റ്റിക്കുലർ ക്യാൻസർ, ബ്രസ്റ്റ് ക്യാൻസർ, ഈ 3 ക്യാൻസറാണ് പാലിലെ ഈസ്ട്രജൻ്റെ അളവ് അമിതമായി നമ്മുടെ ശരീരത്തിൽ സ്ഥിരമായി എത്തിക്കഴിഞ്ഞാൽ ചാൻസുകൾ ഉണ്ട് എന്ന് പറയുന്നത്. എന്നാൽ കുട്ടികളൊന്നും പാല് കുടിക്കുന്നതിൽ ഒരു പ്രശ്നവും കണ്ടുവരുന്നില്ല. എന്നാൽ ഇത് മാത്രം ഒരു പ്രശ്നമായി കാണുന്നില്ല. പാല് 50% ആൾക്കാർക്ക് ദഹിപ്പിക്കാൻ പ്രയാസമുള്ള ഒന്നാണ്. കാരണം പാലിൻ്റെ ലാക്ടോസ് എന്ന സാധനം ദഹിപ്പിക്കാനുള്ള ഇൻടോളറൻസ് പല ആളുകളിലും കാണാറുണ്ട്. പാല് കുടിച്ചാൽ ഉടനെ ഉണ്ടാകുന്ന ഗ്യാസ്, ഏമ്പക്കം, അല്ലെങ്കിൽ വയറിളക്കം, ദഹനക്കേട്, ഇങ്ങനെ പല അസ്വസ്ഥതകളും പലരിലും കണ്ടുവരുന്നുണ്ട്. അത് ലാക്ടോസ് ഇൻടോളറൻസ് ഉള്ളതുകൊണ്ടാണ്. ഇത് ക്യാൻസറായിട്ടൊന്നും ബന്ധപ്പെടുത്തരുത്. ഇത് നമ്മുടെ ശരീരത്തിന് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ചില ആളുകളിൽ പാല് കുടിക്കുമ്പോൾ അലർജി പ്രോബ്ലം വളരെയധികം കണ്ടുവരുന്നുണ്ട്. പാല് എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. കാരണം ഇതിൽ ഒരുപാട് പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മുതിർന്നവരും കുട്ടികളും ഒരുപോലെ കുടിക്കുന്ന ഒന്നാണ് പാല്. ഒരു കംപ്ലീറ്റ് ആഹാരമായിട്ട് നമുക്ക് പാലിനെ പറയാം. കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് പശുവിൻ പാലാണ്. 100 ml പശുവിൻ പാൽ കുടിക്കുകയാണെങ്കിൽ ഒരു 67 കലോറി എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത്. 3.9 ഗ്രാം കൊഴുപ്പും 3.2 ഗ്രാം പ്രോട്ടീനും 120 മില്ലിഗ്രാം കാൽസ്യവുമാണ് ശരീരത്തിൽ എത്തുന്നത്. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് ലാക്ടോസ് എന്ന രൂപത്തിലാണ് ഉള്ളത്. അതുകൊണ്ടാണ് അത് ദഹിപ്പിക്കാൻ പ്രയാസമുള്ളതും. ഇനി പാലിൽ ധാരാളം അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള അമിനോ ആസിഡ് പാലിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡി അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലിനും പല്ലിനും നല്ലതാണ്. കുട്ടികളുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വളരെയധികം ഗുണം ചെയ്യുന്ന കാര്യമാണ്. ആട്ടിൻ പാല് പശുവിൻ പാലിനേക്കാൾ നല്ലതാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാക്ടോസിൻ്റെ അളവ് ആട്ടിൻ പാലിൽ കുറവാണ്, ദഹിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ ഈ അലർജി, ദഹനക്കേട്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ആട്ടിൻ പാല് കുടിച്ചാൽ വലുതായിട്ട് ഉണ്ടാവുന്നില്ല. അത് തന്നെയല്ല, വൈറ്റമിൻ എ ആട്ടിൻ പാലിൽ വളരെ കൂടുതലാണ്. ചിലർ പറയുന്നത് കേൾക്കാം, പാല് കുടിച്ചാൽ നല്ല ഉറക്കം കിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് ഉറങ്ങിപ്പോകും. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നോക്കാം. പാലിൽ ഒരു അമിനോ ആസിഡ് ഉണ്ട്, ട്രിപ്റ്റോഫാൻ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ, അതായത് ബ്രെയിനിലുള്ള പല ഹോർമോണിനെയും ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കുന്നു. സെറട്ടോണിൻ, അതുപോലെ നമ്മുടെ ബ്രെയിനിലുള്ള മെലട്ടോണിൻ എന്ന ഹോർമോൺസിനെ ആക്ടിവേറ്റ് ചെയ്യും. ഇത് ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യും. വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഇത് സക്സസ് ആവുന്നുണ്ട്. എല്ലാവരിലും ഇത് സക്സസ് ആവണമെന്നില്ല. അതുകൊണ്ടാണ് പാല് കുടിച്ചാൽ ചിലർ നല്ല ഉറക്കം കിട്ടും, അല്ലെങ്കിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റും എന്നൊക്കെ പറയുന്നത്. വെജിറ്റേറിയൻ മാത്രം കഴിക്കുന്ന ആളുകൾക്ക് പാല് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓർമ്മയ്ക്കും മസ്തിഷ്ക വളർച്ചയ്ക്കും പാല് വളരെയധികം ഗുണം ചെയ്യുന്നു. കുട്ടികൾക്ക് പാല് സ്ഥിരമായിട്ട് കൊടുക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്.
മിതമായ അളവിൽ ശുദ്ധമായ പാല് കുടിക്കുന്നത് കൊണ്ട് ഒരു പ്രോബ്ലവും ശരീരത്തിനുണ്ടാകുന്നില്ല. അമിതമായാൽ അമൃതും വിഷമെന്നാണല്ലോ. അതുകൊണ്ട് അമിത അളവിൽ മാത്രം പാല് നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലാതിരുന്നാൽ മതി. പാല് നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നതിന് പ്രധാനമായും 2 എൻസൈംസ് ആവശ്യമായിട്ടുണ്ട്. ഒന്ന് റെനിൻ, 2 പെപ്സിൻ. നമ്മുടെ ആമാശയത്തിലെത്തുന്ന പാലിൽ ആദ്യം റെനിൻ പ്രവർത്തിച്ചിട്ട് കട്ടിയുള്ള ജെല്ല് പോലുള്ള ഒരു വസ്തുവാക്കി മാറ്റുന്നു. അതിൻ്റെ പുറത്ത് പെപ്സിൻ എന്ന എൻസൈം വർക്ക് ചെയ്തിട്ടാണ് കേസിൻ ദഹിപ്പിക്കുന്നതും നമ്മുടെ ശരീരത്തിൽ ഈ പ്രോട്ടീൻ ഉപയോഗപ്പെടുത്തുന്നതും. ചെറുകുടലിലാണ് പാലിനകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ലാക്ടോസിനെ ദഹിപ്പിക്കുന്നത്. ലാക്ടോസ് ദഹിപ്പിക്കുന്നതിന് ലാക്ടേസ് എന്ന ഒരു എൻസൈം അടങ്ങിയിട്ടുണ്ട്. ഈ എൻസൈം പാലിൻ്റെ കാർബോഹൈഡ്രേറ്റിനെ ദഹിപ്പിച്ച് ഊർജ്ജമാക്കി നമ്മുടെ ശരീരത്തിന് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് പാലിൻ്റെ ഒരു ദഹന പ്രവർത്തനം. ഇനി തുടർച്ചയായി പാല് കഴിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രോബ്ലമാണ് കഫത്തിൻ്റെ പ്രോബ്ലം. പാല് കഴിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരിലും കഫത്തിൻ്റെ പ്രോബ്ലം കണ്ടുവരാറുണ്ട്. ഇത് പാലിൻ്റെ ഒരു അലർജിയാണ്. വിട്ടുമാറാത്ത ജലദോഷം, തുമ്മൽ, ശ്വാസം മുട്ടൽ ഇതെല്ലാം പാല് കുടിക്കുന്നത് മൂലം ശ്വാസകോശത്തിലുണ്ടാകുന്ന ഒരു അലർജിയാണ്. പ്രമേഹമുള്ളവർക്കും വൃക്ക സംബന്ധമായ രോഗം ഉള്ളവർക്കും പാല് കുറച്ച് നിയന്ത്രിച്ചുപയോഗിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അതിൽ കൊഴുപ്പിൻ്റെയും അന്നജത്തിൻ്റെയും അളവ് കൂടുതലായതുകൊണ്ടിട്ടാണ് നിയന്ത്രിച്ചുപയോഗിക്കണം എന്ന് പറയുന്നത്. പാല് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ന്യൂട്രീഷൻ ഡ്രിങ്കാണ്. മിതമായ അളവിൽ കഴിക്കുന്നത് കൊണ്ട് ഒരു പ്രോബ്ലവുമില്ല. ഏറ്റവും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് പാല്. അതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. പാലിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാമാണ് എൻ്റെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കായി ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും കൂടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.